ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആണ് അല്ലെ. അപ്പൊ ഫസ്റ്റ് ക്ലാസ്സിൽ എന്റെ പേര് കാവ്യ എന്നാണ് കേട്ടോ. ഓക്കെ, എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കാം. കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ. അപ്പൊ എന്റെ പേര് കാവ്യ എന്നാണ്. അപ്പോ നമ്മള് മാത്സ് ആൻഡ് റീസണിങ് ആണ് ഞാൻ എടുക്കുന്നത്. അപ്പോ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് ആണ്. ഓക്കെ, ഫസ്റ്റ് ക്ലാസ് ആണല്ലോ അല്ലെ. എല്ലാവർക്കും ഫസ്റ്റ് ക്ലാസ് അല്ലേ? എല്ലാവർക്കും ഫസ്റ്റ് ക്ലാസ് അല്ലേ? റിപ്ലൈ തരാം കേട്ടോ. റിപ്ലൈ ചെയ്യാം, ചാറ്റിൽ റിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. യെസ്, ഓക്കെ. അപ്പോ നിങ്ങൾക്ക് മാത്സിനായാലും റീസണിങ്ങിനായാലും അതുപോലെ അവയർനെസ്, ജനറൽ സയൻസ്, ഇത്രയും സബ്ജക്റ്റുകളിൽ ഇതിൽ ഞാൻ അരിത്തമെറ്റിക്സും അതുപോലെ അതായത് മാത്സും നമ്മുടെ അപ്പോ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോ മാത്സിന് ഇത്രയും ടോപ്പിക്സ് ആണ്: പെർസെന്റേജ്, ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, SI, CI, അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഓൾജിബ്ര, ട്രിഗണോമെട്രി, എലിമെന്ററി സ്റ്റാറ്റിസ്റ്റിക്സ്, അങ്ങനെ വരുന്ന നമുക്ക് സാധാരണ എങ്ങനെയാണ് കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ചോദിക്കുക. ആൻഡ് റീസണിങ്ങിനാണെങ്കിലും പറയുന്ന പോലെ കോഡിംഗ്, ഡീകോഡിംഗ്, അതുപോലെ ബ്ലഡ് റിലേഷൻ, ഡിറക്ഷൻ, അനലോഗീസ്, ആൽഫബറ്റിക്കൽ, അതുപോലെ നമ്പർ സീരീസ്, അങ്ങനെ വരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ടോപ്പിക്സ്. അപ്പൊ ഇതെല്ലാം നമ്മൾ ഈ രണ്ട് സെക്ഷൻസും എല്ലാം നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ നമുക്ക് ജനറൽ അവയർനെസ്സും ഉണ്ട്, ജനറൽ സയൻസും ഉണ്ട്. ഓക്കെ, അപ്പോ ഇതില് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കോഡിംഗ്, ഡീകോഡിംഗിലെ ക്വസ്റ്റ്യൻസ് ആണ്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കത്തുള്ളൂ. നിങ്ങൾ നഴ്സിംഗ്, അതായത് സ്റ്റാഫ് നഴ്സിന്റെ പരീക്ഷ ആയതുകൊണ്ട് അതിൽ വളരെ ഈസി ആയിട്ട് അത്രയും മാർക്ക് നമുക്ക് സ്കോർ ചെയ്ത് സേഫ് സ്കോർ അല്ലെങ്കിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കറക്റ്റ് എത്രയാണോ ഡിവിഷൻ വരുന്നത് അത്രയും മാർക്സ് സ്കോർ ചെയ്യാനുള്ള അതേ രീതിക്കുള്ള, അതായത് അത്രയും എളുപ്പമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനുള്ളൂ. അപ്പം അതേ പാറ്റേണുള്ള, അതായത് നിങ്ങളെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ റെഫർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതേ പാറ്റേണുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇന്ന് ഞാൻ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങിന്റെ കോഡിംഗ്, ഡീകോഡിംഗ് ആണ് പഠിപ്പിക്കാൻ പോകുന്നത് കേട്ടോ. ഇതിനു മുന്നേ കോഡിംഗ്, ഡീകോഡിംഗ് ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? വളരെ 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 എന്താ പറയാ, വളരെ നൈസ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇതിനു മുന്നേ പഠിച്ചിട്ടുണ്ടോ? കോഡിംഗ്, ഡീകോഡിംഗ് കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും കോഡിംഗ്, ഡീകോഡിംഗ് കേട്ടിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ടോ? ചിലപ്പോ PSC പരീക്ഷകൾ, വേറെയുള്ള PSC പരീക്ഷകൾ എഴുതിയിട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഓക്കെ, കേട്ടിട്ടുണ്ട്. യെസ് 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 യെസ്. ഇല്ല, കുറച്ചു പേര് കേട്ടിട്ടില്ല, കുറച്ചു പേര് കേട്ടിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് തന്നെ അത് പഠിക്കാം. അപ്പോ കോഡിംഗ്, ഡീകോഡിംഗ് എന്ന് പറയുന്നത് ഈവൻ നമ്മുടെ റെയിൽവേ പരീക്ഷകൾ, അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് PSC പരീക്ഷകൾ ആയിക്കോട്ടെ, പിന്നെ സെൻട്രൽ എക്സാംസ്, സ്റ്റേറ്റ് എക്സാംസ്, ഏതായിക്കോട്ടെ, അതില് 1 അല്ലെങ്കിൽ 2 മാർക്ക് മാക്സിമം ചോദിക്കാവുന്ന, നിങ്ങൾക്കാവുമ്പോൾ ചിലപ്പോൾ 1 മാർക്കിനായിരിക്കും ഇത് ചോദിക്കുന്നത്. അപ്പം 1 to 2 മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. ഇതില് 3 ടൈപ്പ് വരുന്നുണ്ട്. ഇതിൽ ഏകദേശം നിങ്ങൾക്കൊരു 2 ടൈപ്പിന്റെ ആവശ്യമുള്ളൂ. പിന്നെ ഞാൻ മൂന്നാമത്തെ ടൈപ്പും കൂടി ജസ്റ്റ് പറഞ്ഞു തരും, അതൊന്ന് ചെയ്തേക്കാം. 3ാമത്തെ ടൈപ്പ് വളരെ ഈസിയാണ്. അപ്പോൾ മെയിൻലി നമുക്ക് ചോദിക്കുന്നത് 2 ടൈപ്പാണ് മെയിൻലി ചോദിക്കുന്നത്. നമുക്ക് കോഡിംഗ്, ഡീകോഡിംഗ് എന്ന് പറയുമ്പോൾ ഒരു വേർഡ് തന്നിട്ട് അതിന്റെ കോഡ് ലെറ്റേഴ്സിന്റെ ആ ഒരു ഇതിൽ കാണും. അതായത് ലെറ്റേഴ്സിന്റെ രൂപമായിരിക്കും വരിക. അല്ലെങ്കിൽ നമുക്ക് പറയാം, ഒരു വേർഡ് തന്നിട്ട് അതിന്റെ കോഡ് നമ്പേഴ്സിനനുസരിച്ചിട്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഒരു വേർഡ് തന്നിട്ട് ലെറ്റേഴ്സ് മാത്രമാണ് എന്റെ കോഡെങ്കിൽ നമ്മൾ പറയും ലെറ്റർ കോഡിംഗ് എന്ന് പറയും. ഇനി ഒരു വേർഡ് തന്നിട്ട് അതിന്റെ കോഡിംഗ് എന്ന് പറയുന്നത് നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അത് നമ്പർ കോഡിംഗ് ആവും. ഓക്കെ, ഇനി മൂന്നാമത്തെ ഒരു ടൈപ്പാണ് ചൈനീസ് കോഡിംഗ് എന്നാണ്. അത് നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് നമ്മൾ പഠിക്കുന്ന സമയത്ത് എങ്ങനെയാണെന്നുള്ളത് അത് വളരെ ഈസി ആയിട്ട് വരുന്ന ഒരു എന്താണ് ഒരു കോഡിംഗ്, ഡീകോഡിംഗിലെ ഒരു ടോപ്പിക്കാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ഓരോന്നായിട്ട് നോക്കാം. ആദ്യം നമുക്ക് ഇതിന്റെ കുറച്ച് കോൺസെപ്റ്റുകൾ ഉണ്ട്, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യം നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റ്സിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? ഇംഗ്ലീഷ് ആൽഫബറ്റ്സിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? ഇംഗ്ലീഷ് ആൽഫബറ്റ്സിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 26 ലെറ്ററുകളാണുള്ളത്. ഓക്കെ, ഓരോ ലെറ്ററിന്റെയും പൊസിഷൻസ് നിങ്ങൾക്ക് അറിയാവോ? ഓരോ ലെറ്ററിന്റെയും ഇപ്പൊ ഞാൻ ചോദിക്കാണ്, ടിയുടെ പൊസിഷൻ എന്താണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അതുപോലെ എന്നിന്റെ പൊസിഷൻ എന്താണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ 1 തൊട്ട് 26 വരെ നമ്പർ ചെയ്യുന്ന ലെറ്റേഴ്സ് നമുക്കുണ്ട്. പക്ഷെ അതിനിടയ്ക്കുള്ള ലെറ്റേഴ്സിന്റെ പൊസിഷൻ വാല്യൂ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല, അല്ലെ? പെട്ടെന്ന് പറയാൻ പറഞ്ഞാൽ നമുക്ക് അറിയില്ല. ചിലപ്പോൾ നമ്മൾ എഴുതി വെച്ചിട്ട് നമ്പറിങ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ. അപ്പൊ പെട്ടെന്ന് പറയാനാണെങ്കിൽ നമുക്കൊരു ചെറിയ കോഡ് ഉണ്ട്, അതൊന്ന് പഠിച്ചു വെച്ചേക്കാം. അപ്പൊ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് പൊസിഷൻ ആണ് കേട്ടോ. പൊസിഷൻ ഓഫ് ലെറ്റേഴ്സ് ആണ്. എന്താ എഴുതാൻ പറ്റാത്ത?
പൊസിഷൻ ഓഫ് ലെറ്റേഴ്സ് ആണ് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇജോട്ടി. ഇജോട്ടി എന്ന് പഠിച്ചു വെച്ചേക്കാം. ഇജോട്ടി എന്ന് പഠിച്ചു വെച്ചേക്കാം. ഇജോട്ടി. ഇജോട്ടി എന്ന് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ. അപ്പോ ഇജോട്ടി എന്ന് പറഞ്ഞാല് ഇ 5ാമത്തെ ലെറ്റർ ആണ്, ജെ 10ാമത്തെ ലെറ്റർ ആണ്, ഒ 15ാമത്തെ ലെറ്റർ ആണ്, ടി 20ാമത്തെ ലെറ്റർ ആണ്, വൈ 25ാമത്തെ ലെറ്റർ ആണ്. ഓക്കെ. അപ്പൊ എന്താണ് ഈ 5ാമത്തെ ലെറ്റർ, ജെ 10, ഒ 15, ടി 20, വൈ 25. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഈ 5ാമത്തതാണ്, അതുപോലെ ജെ 10ാമത്തെ ലെറ്റർ ആണ്, ഒ 15ാമത്തെ ലെറ്റർ ആണ്, ടി 20ാമത്തെ ലെറ്റർ ആണ്, വൈ 25ാമത്തെ ലെറ്റർ ആണ്. അപ്പോ ഓരോ 5 ലെറ്റേഴ്സ് വീതം വെച്ചിട്ടാണ് ഈ ഒരു കോഡ് നമുക്ക് ആ കോഡ് ഒന്ന് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. അപ്പം ഇജോട്ടി എന്ന് പഠിച്ചു വെച്ചേക്കാം. ഇനി ഇതിനിടയ്ക്ക് ഏതൊരു ലെറ്റർ ചോദിച്ചാലും നിങ്ങൾക്കത് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ നല്ലപോലെ ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. ഓക്കെ. അപ്പൊ ഇവിടെ ഞാൻ ചോദിക്കുകയാണ്, വിയുടെ പൊസിഷണൽ കോഡ് പറയാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? വിയുടെ പൊസിഷണൽ കോഡ് പറയാൻ പറഞ്ഞാൽ എന്ത് പറയും? ഏതൊക്കെ 2 ലെറ്റേഴ്സിന് ഇടയ്ക്കാണ് വി ഉള്ളത് നോക്കണം. ഏതൊക്കെ 2 ലെറ്റേഴ്സിന് ഇടയ്ക്കാണ് വി ഉള്ളത്? നമുക്കറിയാം ഓരോന്നും 5 ലെറ്റേഴ്സിന്റെ ആ ഒരു ഗ്യാപ്പിലാണ് നമുക്ക് കോഡ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വി എന്ന് പറയുന്നത് ഏത് 2 ലെറ്റേഴ്സിന്റെ ഇടയ്ക്കാണ് ഇരിക്കുന്നത് നോക്കിക്കേ. ഏത് 2 ലെറ്റേഴ്സിന്റെ ഇടയ്ക്കായിരിക്കും? ടിക്കും വൈക്കും ഇടയ്ക്ക്. അപ്പോ ടി യു വി ആണ് അല്ലെ? ടി 20 ആണ്. 20 കഴിഞ്ഞ് 2ാമത്തെ ലെറ്റർ ആണ് നമുക്ക് വി വരുന്നത്. അപ്പൊ വിയുടെ കോഡ് നമുക്ക് എന്ത് വരും? 22. എത്രയാണ് വിയുടെ കോഡ്? എത്രയാണ്? 22. ക്ലിയർ ആണോ നോക്കുക? വിയുടെ 22. ഓക്കെ. ഇനി നെക്സ്റ്റ് എല്. എല്ലിൻ്റെത് പറഞ്ഞോളൂ. എല് പറഞ്ഞോളൂ. എല്ലിൻ്റെത് പറഞ്ഞേ. എല് എത്രാമത്തെ ലെറ്റർ ആണ്? എല് ഏതൊക്കെ ലെറ്റേഴ്സിന് ഇടയ്ക്കാണ് ഇരിക്കുന്നതെന്ന് നോക്കണം. എല് ഏതൊക്കെ ലെറ്റേഴ്സിന് ഇടയ്ക്കാണ്? ജെക്കും അതുപോലെ ഓയ്ക്കും ഇടയ്ക്കാണ്. അതായത് ജെ കഴിഞ്ഞ് കെ എൽ. ജെ 10ാമത്തെ ലെറ്റർ ആണ്, കെ 11ാമത്തെ ലെറ്റർ ആണ്, എൽ എത്രയാണ്? 12ാമത്തെ ലെറ്റർ ആണ്. അപ്പൊ എന്ത് വന്നു? എല് 12ാമത്തെ ലെറ്റർ ആണ്. അടുത്ത് എസിൻ്റെത് പറയണേ. എസിന്റെ ഏത് പറഞ്ഞേ? എസ് 19 ആണല്ലേ? അപ്പൊ നമുക്കറിയാം എസ് എന്ന് പറയുന്നത് എസ് കഴിഞ്ഞാൽ ടി വരുന്നത്. അപ്പം ടിക്ക് തൊട്ട് മുന്നത്തെ ലെറ്റർ ആണ് എസ്. ടി 20 ആണ് എങ്കിൽ എസ് എന്ത് വരും? 19. അങ്ങനെ ഓരോ ലെറ്റേഴ്സിന്റെയും പൊസിഷൻസ് എഴുതാൻ അറിഞ്ഞിരിക്കാം. ഓക്കെ. അതൊന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി, അത് എളുപ്പമായിരിക്കും. ഓക്കെ. ഇനി രണ്ടാമതെന്ന് പറയുന്നത് രണ്ടാമത്തത് ഓപ്പോസിറ്റ് ലെറ്റർ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓപ്പോസിറ്റ് ലെറ്റർ. ഓക്കെ. ഓപ്പോസിറ്റ് ലെറ്റർ അറിഞ്ഞിരിക്കാം. ഓരോ ലെറ്ററിനും അതിൻ്റെതായിട്ടുള്ള ഓപ്പോസിറ്റ് ലെറ്ററുകൾ ഉണ്ട്. അതായത് നമ്മളിപ്പോ ABCD എഴുതുമ്പോ ആദ്യം എഴുതേണ്ട എങ്ങനെയെന്ന് വെച്ചാല്, ഇപ്പൊ ഇത് എഴുതി നിങ്ങൾ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിനും ഞാനൊരു എളുപ്പമാർഗം പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ട എങ്ങനെയെന്ന് വെച്ചാല്, എ തൊട്ട് എം വരെ എഴുതിക്കേ. എ തൊട്ട് എം വരെ എഴുതിക്കേ. ഓപ്പോസിറ്റ് ലെറ്റർ എ തൊട്ട് എം വരെ എഴുതിക്കേ. ഓക്കെ. എ തൊട്ട് എം വരെ എഴുതിയായിരുന്നോ? എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ. സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? യെസ്, കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ. കാണാൻ പറ്റുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നതൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് പറയണേ. എഴുതിയിരിക്കുന്നതൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ? ചെറിയൊന്നൊരു പ്രോബ്ലം വന്ന പോലെ തോന്നുന്നു. എന്താ പറ്റിയെന്നൊരു പിടിയില്ലായിരുന്നു. ഓക്കെ. അപ്പൊ എന്താണ് നമ്മൾ എഴുതിയത്? നമ്മള് കെ വരെ എഴുതി. കെ. നെക്സ്റ്റ് നമുക്ക് എൽ എം. ഇനി എങ്ങനെയാണ്? എൻ എമ്മിന് തൊട്ട് താഴെ എഴുതാം, എന്നിട്ട് നമുക്ക് റൈറ്റിലേക്ക് എഴുതാം. ഒ പി ക്യു ആർ എസ് ടി യു വി ഡബ്ല്യു എക്സ് വൈ ഇസഡ്. അതായത് എ തൊട്ട് എം വരെ എഴുതി, എന്നിട്ട് എമ്മിന് താഴെ എൻ എഴുതിയിട്ട്
പിന്നെ റൈറ്റിലേക്ക് അപ് ടു എക്ക് താഴെ വരുന്ന രീതിക്ക് നമ്മൾ ഇസഡിനെ എഴുതി നിർത്താം. അപ്പോ ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞാല് നമുക്ക് എയുടെ ഓപ്പോസിറ്റ് ഇസഡ് ആണെന്നും ഇസഡിന്റെ ഓപ്പോസിറ്റ് എ ആണെന്നുള്ളതാണ്. അതുപോലെ ഐയുടെ ഓപ്പോസിറ്റ് ആർ ആണ്, ആറിന്റെ ഓപ്പോസിറ്റ് ഐ ആണ്, ഇയുടെ ഓപ്പോസിറ്റ് വി ആണ്, വിയുടെ ഓപ്പോസിറ്റ് ഇ ആണ്, എമ്മിന്റെ ഓപ്പോസിറ്റ് എൻ ആണ്, എന്നിന്റെ ഓപ്പോസിറ്റ് എം ആണ്. കണ്ടോ? അങ്ങനെ ഓരോ ലെറ്റേഴ്സിന്റെയും എന്ത് വന്നിട്ടുണ്ട്? ഓപ്പോസിറ്റ് ലെറ്റർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് ഇങ്ങനെ തന്നെ പഠിക്കണം എന്നൊന്നുമില്ല. നിങ്ങൾ ഇങ്ങനെ എഴുതി വെച്ച് നിങ്ങൾ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇതിനൊരു പ്രത്യേക ഒരു എളുപ്പമാർഗമുണ്ട്. അതായത് ഇപ്പൊ നമുക്ക് ജിയുടെ ഓപ്പോസിറ്റ് ലെറ്റർ ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിച്ചോളൂ. ജിയുടെ ഓപ്പോസിറ്റ് നമുക്ക് അറിയണം. ആദ്യം ജിയുടെ എന്തറിയണം? ജിയുടെ പൊസിഷണൽ വാല്യൂ അറിയാം. നമ്മൾ ആദ്യം എന്തറിയാം? പൊസിഷണൽ വാല്യൂസ് അറിയാം. ഓക്കെ, ആദ്യം പൊസിഷണൽ വാല്യൂസ് അറിയാം. അപ്പോ ജിയുടെ പൊസിഷണൽ വാല്യൂ എത്രയാണ്? പറഞ്ഞേ. ജി എത്രാമത്തെ ലെറ്റർ ആണ്? ജി എത്രാമത്തെ ലെറ്റർ ആണ്? പറഞ്ഞോളൂ. ജി എത്രാമത്തെ ലെറ്റർ ആണ്? ഏഴാമത്തെ ലെറ്റർ ആണ്. ജി ഏഴാമത്തെ ലെറ്റർ ആണ്. ഓക്കെ ഓക്കെ, ജി ഏഴാമത്തെ ലെറ്റർ ആണ്. ജി ഏഴാമത്തെ ലെറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഓപ്പോസിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് നമുക്ക് ടോട്ടൽ 26 ലെറ്റേഴ്സ് ഉണ്ടെന്നുള്ളതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പോ ഓപ്പോസിറ്റ് ലെറ്റർ ആണ് കണ്ടുപിടിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? 27ൽ നിന്നും തന്നിരിക്കുന്ന ലെറ്ററിന്റെ പൊസിഷണൽ വാല്യൂ കുറയ്ക്കണം. അപ്പൊ എത്രയാണ്? 27 ആയിട്ട് എടുക്കുക. 27. അപ്പൊ നമുക്ക് ടോട്ടൽ ലെറ്റേഴ്സ് 26 ആണ്. നമ്മുടെ എന്താണ് ഓപ്പോസിറ്റ് കണ്ടുപിടിക്കാനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ 26 എന്നുള്ളത് 27ലോട്ട് മാറ്റുക. 27ൽ നിന്നും ജിയുടെ പൊസിഷണൽ വാല്യൂ കുറയ്ക്കുക. എത്ര വന്നു? 20 വന്നു. കണ്ടോ? 27ൽ നിന്നും 7 കുറച്ചപ്പോൾ നമുക്ക് 20 വന്നു. 20ാമത്തെ ലെറ്റർ ഏതാണ്? 20ാമത്തെ ലെറ്റർ ഏതാണ്? പറഞ്ഞോളൂ. 20ാമത്തെ ലെറ്റർ ഏതാണ്? ടി ആണല്ലേ. അതായത് നമുക്ക് എന്ത് പറയാം? ജിയുടെ ഓപ്പോസിറ്റ് ലെറ്റർ ഏതാണ്? ടി ആണ്. ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് നമുക്ക് കിട്ടുന്നത് അങ്ങനെയല്ലേ? ജിയുടെ ഓപ്പോസിറ്റ് എന്താണ്? ടി ആണ്. ഓക്കെ ആണല്ലോ? കണ്ടോ? ജിയുടെ ഓപ്പോസിറ്റ് നമുക്ക് ടി ആണ്. ഓക്കെ, ഇനി ഒരു എക്സാമ്പിളും കൂടി. യുവിന്റെ ഓപ്പോസിറ്റ് കണ്ടുപിടിക്കണം. യുവിന്റെ ഓപ്പോസിറ്റ് കണ്ടുപിടിച്ചേ. നിങ്ങൾ കണ്ടുപിടിച്ചേ. യുവിന്റെ ഓപ്പോസിറ്റ് കണ്ടുപിടിച്ചേ. എഫ് ആണ് വരുന്നത് അല്ലെ. അതായത് യുവിന്റെ പൊസിഷണൽ വാല്യൂ എത്രയാണ്? 21 അല്ലെ. ടി യു. അപ്പൊ 20, 21 യുവിന്റെ പൊസിഷണൽ വാല്യൂ. അങ്ങനെയാണെങ്കിൽ 27ൽ നിന്നും 21 കുറച്ച് എത്ര വന്നു? 6. 6ാമത്തെ ലെറ്റർ ഏതാണ്? എഫ്. അപ്പൊ യുവിന്റെ ഓപ്പോസിറ്റ് ഏതാണ്? എഫ് ആണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഓപ്പോസിറ്റ് ലെറ്റർ കണ്ടുപിടിക്കുന്നത്. ക്ലിയർ ആണോ എന്ന് നോക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഓപ്പോസിറ്റ് ലെറ്റർ കണ്ടുപിടിക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി ഇതാണ് നമുക്ക് അങ്ങോട്ട് വേണ്ടത്. അങ്ങോട്ട് വേണമെന്നുള്ളതും ഇത് തന്നെയാണ്. ക്ലിയർ ആണ്? ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് വളരെ 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 ഈസി ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മിഷൻസ്. മിഷൻസ് എന്ന് പറഞ്ഞ ഒരു വേർഡ്. ഓക്കെ, മിഷൻസ് എന്ന് പറയുന്ന ഒരു വേർഡ്. മിഷൻസിനെ കോഡ് ചെയ്തിരിക്കുന്നത് MSIISNOS ആയിട്ടാണ് കോഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അടുത്ത വേർഡ് ഓൺലൈൻ. ഓൺലൈന് നമുക്ക് ഇതേ രീതിക്ക് എങ്ങനെ കോഡ് ചെയ്യാം? ഓൺലൈൻ. ഓക്കെ, ഇതേ രീതിക്ക് നമുക്ക് എങ്ങനെ കോഡ് ചെയ്യാം? അപ്പൊ മിഷൻസിന് കോഡ് ചെയ്തിരിക്കുന്ന രീതിയാണ് MSIISNOS. എങ്കിൽ ഓൺലൈൻ നമുക്ക് എങ്ങനെ കോഡ് ചെയ്യാം? നിങ്ങൾക്ക് PPT ചെറിയ സ്റ്റക്ക് ഉണ്ട്, അത് മൂവ് ചെയ്യുന്നില്ല. അപ്പോ എന്തായാലും നമുക്ക് ഇങ്ങനെ നോക്കാം. അപ്പൊ നിങ്ങൾക്ക് നോട്ട്സ് തരുന്ന സമയത്ത് ഞാനിത് കറക്റ്റ് ആയിട്ട് തന്നെ PPT കറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, നോക്കിക്കേ. മിഷൻസ് MSIISNOS ആണെങ്കിൽ ഓൺലൈൻ എങ്ങനെ കോഡ് ചെയ്യാം? ഇതിന്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും. ഇൻ എ സർട്ടൻ കോഡ് ലാംഗ്വേജ് മിഷൻസ് ഈസ് കോഡഡ് ആസ് MSIISNOS എങ്കിൽ then how is online be returned in that language? ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ. എല്ലാത്തിലും ഇത് തന്നെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അവിടെ വേർഡിന്റെ സ്ഥാനത്ത് വേർഡ് മാറും, കോഡിന്റെ സ്ഥാനത്ത് കോഡ് മാറും. അത്ര ഒറ്റ വ്യത്യാസം മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ. ഇത് ലെറ്റർ കോഡിംഗ് ആണ്. ഓക്കെ, ഓർത്ത് വെച്ചേക്കുക. ഇത് ലെറ്റർ കോഡിംഗ് ആണ്. നമുക്ക് എങ്ങനെയാ അത് പറയാൻ പറ്റുക? അത് ലെറ്റർ കോഡിംഗ് ആണെന്നുള്ളത് എങ്ങനെ പറയാൻ പറ്റും?
ലെറ്റർ കോഡിംഗ് എന്നുള്ളത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? നമുക്ക് തന്നിരിക്കുന്ന വേർഡ് അതിന്റെ കോഡ് എന്ന് പറയുന്നത് ലെറ്റേഴ്സ് മാത്രമാണ് അല്ലെ, അതുകൊണ്ട് തന്നെ പറയാം ലെറ്റർ കോഡിംഗ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഇതെന്തായിരിക്കും? ഈ ലെറ്റർ കോഡിങ്ങിനകത്ത് വരുന്ന മെയിൻലി വരുന്ന പാറ്റേണുകൾ എന്ന് പറയുന്നത്, ഒന്ന് ഓപ്പോസിറ്റ് ലെറ്ററുകൾ വരാം. ഓക്കെ, പിന്നെ വരുന്നത് ഫോർവേഡ് ലെറ്റേഴ്സുകൾ വരാം. അതായത് ഇപ്പൊ എം ആണെങ്കിൽ എമ്മിൽ നിന്ന് ചിലപ്പോൾ 3-4 ലെറ്റേഴ്സ് കഴിഞ്ഞിട്ടുള്ള അങ്ങനെ ഫോർവേഡ് ലെറ്റേഴ്സ് വരാം, ബാക്ക്വേർഡ് വരുന്ന ലെറ്റേഴ്സ് വരാം, ഓപ്പോസിറ്റ് ലെറ്ററുകൾ വരാം, ഇങ്ങനെ പിന്നെ ക്രോസ് ആയിട്ട് വരുന്ന രീതിക്ക് വരാം. അപ്പൊ ഈ ടൈപ്പിലുള്ള എല്ലാ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ നോക്കിക്കേ, ഇവിടെ എന്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടപ്പോ ഈ വേർഡും ഈ കോഡും കണ്ടപ്പോ നിങ്ങൾക്ക് എന്താണ് പ്രത്യേകത തോന്നിയത്? എന്ത് പ്രത്യേകതയാണ് തോന്നിയത്? എന്ത് പ്രത്യേകതയാണ് തോന്നിയത്? പറഞ്ഞേടാ, എന്ത് പ്രത്യേകതയാണ് തോന്നിയത്? മിഷൻസ് കണ്ടപ്പോ, മിഷൻസിന്റെ കോഡിംഗ് കണ്ടപ്പോ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? അതിലെ ലെറ്റേഴ്സ് എങ്ങനെയൊക്കെയാണ് നോക്കുക, അതിനകത്ത് വന്നിരിക്കുന്ന ലെറ്റേഴ്സ് എങ്ങനെയൊക്കെയാണ്? ലെറ്റേഴ്സ് തന്നെ മാറ്റി. യെസ് രേഷ്മ, വെരി ഗുഡ്. അതായത് ഇതിനകത്തുള്ള ലെറ്റേഴ്സ് നോക്കുക, എം ഉണ്ട്, ഐ ഉണ്ട്, ഡബിൾ എസ് ഉണ്ട്, ഐ ഉണ്ട്, ഒ ഉണ്ട്, എൻ ഉണ്ട്, എസ് ഉണ്ട്. ഈ സെയിം സാധനം തന്നെയല്ലേ ഇപ്പുറത്തെ കോഡിങ്ങില് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അറേഞ്ച് ചെയ്തിട്ടേക്കാണ്. അത് എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ പാറ്റേൺ. അപ്പോ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് നോക്കാം. മിഷൻസ് എം എസ് ഐ ഐ എസ് എൻ ഒ എസ് എങ്ങനെയാണ് നമുക്ക് തന്നിട്ടുള്ളത് നോക്കിക്കേ, എങ്ങനെയാണ് ആ പാറ്റേൺ വന്നിട്ടുള്ളത് നോക്കിക്കേ. എം അതുപോലെ ഉണ്ട് അല്ലെ, എസ് അതുപോലെ ഉണ്ട്. അപ്പൊ ഫസ്റ്റിലെത്തെയും ലാസ്റ്റിലെത്തിയ ലെറ്റർ അതുപോലെ നമുക്ക് കോഡിനകത്ത് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ ഐ ഇവിടെ വന്നിട്ടുണ്ട്, ദ എസ് ഇവിടെ വന്നിട്ടുണ്ട്, കണ്ടോ? അതുപോലെ അടുത്ത് ദ എസ് ഇവിടെ വന്നിട്ടുണ്ട്, ഐ ഇവിടെ വന്നിട്ടുണ്ട്, കണ്ടോ? അടുത്ത് ഒ ഇവിടെ വന്നിട്ടുണ്ട്, എൻ ഇവിടെ വന്നിട്ടുണ്ട്. അതായത് അടുത്ത് വരുന്ന 2 ലെറ്റേഴ്സ് വീതം വെച്ച് എടുത്തിട്ട് അവരെ ക്രോസ് ചെയ്ത് എഴുതുകയാണ് ചെയ്തിട്ടുള്ളത്. അവരെന്ത് ചെയ്തിട്ടുണ്ട്? ക്രോസ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓൺലൈൻ നമുക്ക് എങ്ങനെ എഴുതാം? ഓൺലൈൻ ആദ്യത്തെയും അവസാനത്തെ ലെറ്ററും അതുപോലെ തന്നെയാണ്, ഓയും ഓയും ഇയും, ഓയും ഇയും. ഇനി എൻ എൽ പെയർ ചെയ്യുക, ഐ എൻ പെയർ ചെയ്യുക, എന്നിട്ട് ക്രോസ് ചെയ്ത് എഴുതിക്കേ. ക്രോസ് ചെയ്യുമ്പോ എൽ എവിടെ വരും? എല്ലതാ ഇവിടെ വരും, എന്റെ സ്ഥാനത്ത് വരും, എല്ലിന്റെ സ്ഥാനത്ത് എൻ വരും. അടുത്ത് ഐയുടെ സ്ഥാനത്ത് വീണ്ടും എൻ വരും, ഐ എവിടെ വരും? എന്നിന്റെ സ്ഥാനത്ത് വരും. അപ്പൊ ഇതാണ് നമുക്ക് ഓൺലൈനിന്റെ കോഡ്, OLNNIE. ഇത് തന്നെയാണ് എല്ലാവർക്കും ആൻസർ കിട്ടിയത് നോക്കിക്കേ, OLNNIE. ക്ലിയർ ആണോ നോക്കിക്കേടാ? ക്ലിയർ ആണോ എന്ന് നോക്കിക്കേ. എളുപ്പമല്ലേ? എളുപ്പമല്ലേ? ഇത് ഒരു പാറ്റേൺ ആണ്. അപ്പോ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് നമ്മുടെ വേർഡ് കണ്ടിട്ട് കോഡിനകത്ത് നമ്മൾ നോക്കണം. വേർഡ് കണ്ടിട്ട് കോഡിനകത്ത് ആ വേർഡിനകത്തുള്ള ലെറ്റേഴ്സ് എങ്ങനെയാണോ അതോ വേറെ ലെറ്റേഴ്സ് എങ്ങനെയാണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ കോഡിങ്ങിലോട്ട് പോവാൻ. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണ്. ഇനി നമുക്ക് അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നോക്കട്ടെ, PPT ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കട്ടെ. പറ്റുന്നില്ല, എന്ത് കാര്യം അറിയത്തില്ല. ഓക്കെ, എഴുതിയെടുത്തോളണം കേട്ടോ. പാറ്റേൺ എഴുതിയെടുത്തേക്കാം. പാറ്റേൺ ഇങ്ങനെയാണെന്നുള്ളത് ഒന്ന് എഴുതിയെടുത്തേക്കാം, നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ടൈഗറിനെ കോഡ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? QDFHS. ഇത് ഡി ആണ്, QD ആണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഫിഷിന് നമുക്ക് അതേ രീതിക്ക് എങ്ങനെ കോഡ് ചെയ്യാം? ഫിഷ് നോക്കിക്കേ, ടൈഗറിനെ കോഡ് ചെയ്തിരിക്കുന്നത് QDFHS ആയിട്ടാണ്. നോക്കാം, ടൈഗറിനകത്തുള്ള ലെറ്റേഴ്സ് ഒന്നും അല്ല നമുക്ക് ഇപ്പുറത്ത് കോഡ് വന്നിട്ടുള്ളത്, വേറെ വേറെ ലെറ്റേഴ്സ് ആണ്. അപ്പം വേറെ എന്തോ ഒരു പാറ്റേൺ ആയിരിക്കണം അവിടെ വരേണ്ടത്. എന്ത് വന്നു? ആർക്കെങ്കിലും കിട്ടിയായിരുന്നോ? GDRE ആണ് കിട്ടിയത് അല്ലേ? GDRE ആണ്. ഓക്കെ, അബിയ, രേഷ്മ, GDRE ആണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാലോ. ടൈഗറിനെ എങ്ങനെയാണ് കോഡ് ചെയ്തിട്ടുള്ളത്? QDFHS ആയിട്ടാണ് കോഡ് ചെയ്തിട്ടുള്ളത്.
ടൈഗർ. QD FH S. അപ്പൊ ഇങ്ങനെ വരുമ്പോ നിങ്ങൾക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞു തരട്ടെ. അതായത് വേറെ ഒന്നും ചെയ്യണ്ട, നിങ്ങൾ ഇതിന്റെ പൊസിഷണൽ വാല്യൂസ് ആദ്യം എഴുതി നോക്കണം. അതായത് ടൈഗർ വരുമ്പോഴത്തേക്കും T എത്രാമത്തെ ലെറ്റർ ആണ്? 20ാമത്തെ ലെറ്റർ. 20ാമത്തെ ലെറ്റർ. I എത്രാമത്തെ ലെറ്റർ ആണ്? 9ാമത്തെ ലെറ്റർ. G 7ാമത്തെ ലെറ്റർ. E 5ാമത്തെ ലെറ്റർ. R 18ാമത്തെ ലെറ്റർ. അടുത്ത് Q വരുമ്പോഴത്തേക്കും 16ാമത്തെ ലെറ്റർ. D 4ാമത്തെ ലെറ്റർ. F 6ാമത്തെ ലെറ്റർ. H വരുമ്പോഴത്തേക്കും 8ാമത്തെ ലെറ്റർ. S 19ാമത്തെ ലെറ്റർ. കണ്ടോ? അപ്പോ നമ്മൾ ഇങ്ങനെ എന്തിനാണ് നമ്പർ ചെയ്യുന്നതെന്ന് വെച്ചാല് നമ്പേഴ്സ് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും എങ്ങനെയാണ് അതിന്റെ കോഡ് വന്നിട്ടുള്ളത്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്പറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്തായിരിക്കും വന്നിരിക്കാം? എങ്ങനെയായിരിക്കും വന്നിരിക്കുക നോക്കിക്കേ. ഇവിടെ വരുമ്പം 20ഉം 16ഉം ആണ്. അപ്പൊ അതൊരു ഒരു ബുദ്ധിമുട്ട് പോലെ. അപ്പൊ 20ഉം 16ഉം. അപ്പൊ നമുക്ക് ബാക്കിയും കൂടെ നോക്കാം. 9ഉം 4ഉം ഒരു 5 ഡിഫറൻസ് വരുന്നുണ്ട്. 7ഉം 6ഉം ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. 5ഉം 8ഉം 3 ഡിഫറൻസ് വരുന്നുണ്ട്. അതുപോലെ 18ഉം 19ഉം ഒരു ഡിഫറൻസ് ആണ്. അപ്പൊ ഒരു കറക്റ്റ് പാറ്റേൺ വരുന്നില്ല. ഇനി നോക്കുക, 20ഉം 19ഉം ഒരു ഡിഫറൻസ് ആണ് അല്ലെ. 9ഉം 8ഉം കണ്ടോ ഒരു ഡിഫറൻസ്. അടുത്ത് 5ഉം 6ഉം ഒരു ഡിഫറൻസ്. അടുത്ത് വരുമ്പോഴത്തേക്കും സോറി 5ഉം 6ഉം അല്ല, ഇവിടെ വരുമ്പോഴത്തേക്കും 7ഉം 6ഉം ആണ് വരുന്നത് കേട്ടോ. ഞാൻ ഒരു G എനിക്ക് ഓക്കെ നോക്കിക്കേ. Gയും 6ഉം, അതായത് 7ഉം 6ഉം, പിന്നെ 5ഉം 4ഉം, പിന്നെ 18ഉം 16ഉം ആണ് വരുന്നത് അല്ലെ. സോറി നമ്മുടെ Q 17 ആണ് കേട്ടോ. Q 17 ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇങ്ങനെ വന്ന് തെറ്റുകളൊക്കെ ഒന്ന് പറയാം. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഇവിടെ എങ്ങനെയാണ്? വേറെ ഒന്നും ചെയ്തില്ല. നമുക്ക് ടൈഗറിനെ എന്ത് ചെയ്തു? റിവേഴ്സ് ചെയ്തു. TIGERനെ REGIT ആയിട്ട് എന്ത് ചെയ്തു? ചെയ്തിട്ട് എന്ത് ചെയ്തു? -1 ലെറ്റേഴ്സ് എഴുതുകയാണ് നമ്മൾ ചെയ്തത്. അതായത് ഇവിടെ നിന്ന് റിവേഴ്സ് ചെയ്യുമ്പോൾ REGIT ടൈഗർ അല്ലെ. ഇനി 6 18, E 5, G 7, I 9, T 20. ഇനി ഓരോന്നിനും മൈനസ് ചെയ്തേ. 18 നിന്ന് 1 കുറയ്ക്കുമ്പോ എത്രയാ വന്നത്? 17. അടുത്ത 5ൽ നിന്ന് 1 കുറയ്ക്കുമ്പോ എത്ര വന്നു? 4. 7ൽ നിന്ന് 1 കുറയ്ക്കുമ്പോ എത്ര വന്നു? 6. 9ൽ നിന്ന് 1 കുറയ്ക്കുമ്പോ എത്ര വന്നു? 8. അടുത്ത് 20ൽ നിന്ന് 1 കുറയ്ക്കുമ്പോ എത്ര വന്നു? 19. അങ്ങനെയാണെങ്കിൽ 17ാമത്തെ ലെറ്റർ Q ആണ്, 4ാമത്തെ ലെറ്റർ D ആണ്, അടുത്ത 6ാമത്തെ ലെറ്റർ F ആണ്, 8ാമത്തെ ലെറ്റർ H ആണ്, 19ാമത്തെ ലെറ്റർ എത്രയാണ്? 19ാമത്തെ ലെറ്റർ S ആണ്. കണ്ടോ? QDFHS. അപ്പോ ഫിഷ് നമുക്ക് അതുപോലെ എഴുതാമെങ്കിൽ ഫിഷ് തിരിച്ചെഴുതാം. അതായത് റിവേഴ്സ് ചെയ്ത് എഴുതാം. റിവേഴ്സ് ചെയ്തപ്പം HSIF. ഇനി എന്ത് ചെയ്യാ? ഇതിനെ ഒന്ന് നമ്പർ ചെയ്യാം. H8, S19, I9, F6. ഇനി എന്ത് ചെയ്യണം? 1 കുറയ്ക്കണം. അപ്പോ 8ൽ നിന്ന് 1 കുറയ്ക്കുമ്പോ 7 വന്നു, 19ൽ നിന്ന് 1 കുറയ്ക്കുമ്പോ 18 വന്നു, 9ൽ നിന്ന് 1 കുറയ്ക്കുമ്പോ 8 വന്നു, 6ൽ നിന്ന് 1 കുറയ്ക്കുമ്പോ 5 വന്നു. അതായത് 7ാമത്തെ ലെറ്റർ ഏതാണ്? G ആണ്. 18ാമത്തെ ലെറ്റർ R ആണ്. അടുത്ത എത്രയാണ്? 8ാമത്തെ ലെറ്റർ H ആണ്. അതുപോലെ നമുക്ക് വരുമ്പോ എത്രയാണ്? 5ാമത്തെ ലെറ്റർ E ആണ്. അപ്പൊ GRHE ആണ് ആൻസർ വരുന്നത്. GRHE. ഇത് എന്നെയാണോ കിട്ടിയെന്ന് നോക്കുക. GRHE. ഓക്കെ, രണ്ടുപേര് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ? രണ്ടുപേര് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഡൗട്ട് എങ്ങാനും ഉണ്ടോടാ? ഡൗട്ട് എങ്ങാനും ഉണ്ടോ? GRHE ആണ് ആൻസർ. GDRE അല്ല കേട്ടോ. GDRE അല്ല, GRHE ആണ്. ഓക്കെ ആണോ നോക്കുക. കൃഷ്ണ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? വളരെ ഈസിയാണ്, ഒന്നുമില്ല. റിവേഴ്സ് ചെയ്തു, നമ്പർ ചെയ്തു, റിവേഴ്സ് ചെയ്തിട്ട് തൊട്ട് മുന്നത്തെ ലെറ്റർ അത് എഴുതിയതേ ഉള്ളൂ. തൊട്ട് മുന്നത്തെ ലെറ്റർ അത്രേ ഉള്ളൂ. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ?
ക്രോസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഞാൻ കൺഫ്യൂഷൻ ആവാണ്ടിരിക്കാൻ വേണ്ടിയാണ് ലച്ചു ഞാൻ ക്രോസ് ചെയ്യാണ്ടത് പറഞ്ഞു തന്നത്. ക്രോസ് ചെയ്യുവാണ്, കറക്റ്റ് ക്രോസ് ചെയ്യുവാണ്. കാരണം ആദ്യത്തെ ലെറ്ററിന്റെ കോഡ് വന്നിരിക്കുന്നത് കണ്ടോ, ഏറ്റവും ലാസ്റ്റ് ആണ്. മനസ്സിലായോ? ക്രോസ് ചെയ്ത് വെച്ചേക്കുവാണ്. മനസ്സിലായോ? ലാസ്റ്റിന്റെ ആണ് ഫസ്റ്റ് വന്നിട്ടുള്ളത്, 6ന്റെ ആണ് ആ ക്യൂ വന്നിട്ടുള്ളത്. കണ്ടോ? മനസ്സിലായോ? ഫസ്റ്റ് കോഡ് വന്നിട്ടുള്ളത്. അപ്പൊ ക്രോസ് ചെയ്ത് നിങ്ങൾ കൺഫ്യൂഷൻ ആക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, അതിനെ തിരിച്ചെഴുതിയിട്ട് -1 ലെറ്റേഴ്സ് ആണെന്നുള്ളത് പറഞ്ഞു തന്നത്. ഓക്കെ ആണോ നോക്കുക ലച്ചു? ഓക്കെ ആണോ നോക്കുക? ഓക്കെ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. മൂന്നാമത്തെ ലെറ്റർ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ലെറ്റർ അല്ല, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഫ്രോസന് കോഡ് ചെയ്തിരിക്കുന്നത്, ഫ്രോസന് കോഡ് ചെയ്തിരിക്കുന്നത് OFAPSG. OFAPSG എങ്കിൽ നമുക്ക് മോൾട്ടനെ എങ്ങനെ കോഡ് ചെയ്യാം? മോൾട്ടനെ എങ്ങനെ കോഡ് ചെയ്യാം? മോൾട്ടനെ എങ്ങനെ കോഡ് ചെയ്യാം? ട്രൈ ചെയ്ത് നോക്കിക്കേ. ഫ്രോസനെ കോഡ് ചെയ്തിരിക്കുന്നത് OFAPSG ആയിട്ടാണ് എങ്കിൽ നമുക്ക് മോൾട്ടനെ എങ്ങനെ കോഡ് ചെയ്യാം? ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അതിര ഒന്നുകൂടെ പറയണോ? ഓക്കെ, പറഞ്ഞുതരാം. അജിത്ര, ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞുതരാം കേട്ടോ, പറഞ്ഞുതരാം. എന്നാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ എന്താണോ പറഞ്ഞത് അതേ രീതിക്കുള്ളത് തന്നെയാണ് ഈ ഒരു പാറ്റേൺ വരുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമ്മളെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉള്ള ക്വസ്റ്റ്യൻ ആണോ? സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉള്ള ക്വസ്റ്റ്യൻ ആണോ അജിത്ര? ഫ്രോസനെ കോഡ് ചെയ്തിരിക്കുന്നത് OFAPSG എങ്കിൽ മോൾട്ടനെ നമുക്ക് എങ്ങനെ കോഡ് ചെയ്യാം എന്നാണ് ക്വസ്റ്റ്യൻ. മോൾട്ടൻ നമുക്ക് എന്തായാലും നമ്പർ ചെയ്യണം. F6, 618, O15, Z26, E5, N14. ഓക്കെ. ഇനി O എത്രയാണ്? 15, F6, A1, P16, S19, T എത്രയാണ്? 7. മോൾട്ടനെയും കൂടെ ഞാനൊന്ന് പൊസിഷൻ വാല്യൂ എഴുതുവാണ്. M13, O15, L12, T20, E5, N14. അപ്പം ഡെയിലി നിങ്ങൾ ഇത്, അതായത് നമ്മൾ ഈ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഓരോ ലെറ്റേഴ്സിന്റെയും വാല്യൂസ്, പൊസിഷൻ വാല്യൂസ് എഴുതി പോവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടില്ലാണ്ട രീതിയിൽ അത് ഓർത്തെടുക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും കേട്ടോ. ഇനി ഇതിൽ എങ്ങനെയാണ് വന്നിട്ടുള്ളത് നോക്കിക്കേ. എങ്ങനെയാണ് ആ പൊസിഷൻ വാല്യൂസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നോക്കുക. 6, 7, 18, 19, 15, 16, 26, 1, അതായത് തൊട്ടടുത്ത ലെറ്റർ. 5, 6, 14, 15. കണ്ടോ? അപ്പൊ ഫ്രോസനെ ഞാൻ ഒന്നും കൂടി ഒന്ന് ഇവിടെ ഫ്രോസനെ ഒന്ന് റിവേഴ്സ് ചെയ്ത് എഴുതുവാണ്. അതായത് N, E, Z, O, R, F. ഇനി എന്ത് ചെയ്തു? അതായത് N14, E5, Z26, 15, R 18, F 6. ഇനി താഴെ തന്നിരിക്കുന്നത് O, F, A, P, S, G. ഇങ്ങനെയാണ് അല്ലെ? O15, F6, A1, P16, S19, T7. നോക്കിക്കേ. 14, 15, 5, 6, അതായത് തൊട്ടടുത്ത ലെറ്ററുകളാണ്. 26 കഴിഞ്ഞാൽ, അതായത് 26ത്തെ ലെറ്റർ കഴിഞ്ഞാൽ തൊട്ടടുത്ത ലെറ്റർ ഏതാണ്? ഒന്നാമത്തെ ലെറ്റർ A ആണ്. 15, 16, 18, 19, 6, 7. കണ്ടോ? അങ്ങനെയാണെങ്കിൽ മോൾട്ടനെ നമുക്ക് എങ്ങനെ എഴുതാം? തിരിച്ചെഴുതിക്കേ. N, E, T, L, O, M. അപ്പോ N14, E5, T20, L12, O15, M13. അതായത് തൊട്ടടുത്ത ലെറ്റർ ആണ്. അതായത് +1 സീരീസ് ആണ് അവിടെ വരുന്നത്. അപ്പോ 14 നിന്ന് 1 കൂട്ടിയ 15 ആണ്.
5ൽ നിന്ന് 1 കൂട്ടിയാൽ 4ആണ്, സോറി 6ആണ്. 20ൽ നിന്ന് 1 കൂട്ടിയാൽ 21ആണ്. 12ൽ നിന്ന് 1 കൂട്ടിയാൽ 13ആണ്. 15ൽ നിന്ന് 1 കൂട്ടിയാൽ 16ആണ്. 13ൽ നിന്ന് 1 കൂട്ടിയാൽ 14ആണ്. അതായത് 15ാമത്തെ ലെറ്റർ O ആണ്, അടുത്ത 6ാമത്തെ ലെറ്റർ F ആണ്, 21ാമത്തെ ലെറ്റർ U ആണ്, 13ാമത്തെ ലെറ്റർ M, 16ാമത്തെ ലെറ്റർ P ആണ്, 14ാമത്തെ ലെറ്റർ N ആണ്. അപ്പൊ എന്ത് വന്നു? OFUMPN ആണ് ആൻസർ. OFUMPN. ക്ലിയർ ആണോ നോക്കിക്കേടാ? OFUMPN. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. സുബിത, നീത, അതുപോലെ ഫൈഹ, ഓക്കെ, ശ്രീജ, യെസ്. ക്ലിയർ ആണോ നോക്ക്? യെസ് യെസ് യെസ്. അബിയ, രേഷ്മ, അഞ്ജു കറക്റ്റ് ആണ്. ഓക്കെ ആണല്ലോ? എല്ലാവർക്കും ക്ലിയർ ആണോ നോക്കിക്കേടാ? എല്ലാവർക്കും ക്ലിയർ ആണോ നോക്കിക്കേ? എല്ലാവർക്കും ക്ലിയർ ആണോ നോക്കിക്കേ? ഓക്കെ, ചിത്ര ആൻഡ് അജിത്ര, ലാസ്റ്റ് ഞാൻ നമ്മുടെ ക്ലാസ് കഴിയുന്ന ആ ഒരു ടൈമില് ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പറഞ്ഞുതരാവേ, ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. നമ്മൾ ഇത്രയും നേരം നമ്മുടെ ലെറ്റർ കോഡിംഗ് ആണ് നോക്കിയത്. നമുക്കിനി എന്തായാലും കുറച്ച് നമ്പർ കോഡിംഗ് കൂടെ ഒന്ന് നോക്കാം. നമ്പർ കോഡിംഗ് ആണ്. നമ്പർ കോഡിംഗിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇഫ് A equal to 1, B equal to 2, C equal to 3, and so on. Cat is coded as 24. Then Matt is coded as ചെയ്തോളൂ. കാറ്റിനെ 24 ആയിട്ട് കോഡ് ചെയ്തിട്ടുണ്ട്. എങ്കിൽ മാറ്റിനെ എങ്ങനെ കോഡ് ചെയ്യാം? മാറ്റിനെ എങ്ങനെ കോഡ് ചെയ്യാം? എന്ത് വന്നു? 34 വരുന്നത് അല്ലെ? 34 വരുന്നത്. അതായത് ഇവിടെ നമുക്ക് എന്താ തന്നിട്ടുള്ളത്? നമുക്കിവിടെ തന്നിട്ടുള്ളത് A equal to 1ഉം B equal to 2ഉം C equal to 3. അതായത് നമ്മുടെ പൊസിഷണൽ വാല്യൂസ് തന്നെയാണ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ കാറ്റിനെ കോഡ് ചെയ്തിരിക്കുന്നത് കാറ്റിനെ കോഡ് ചെയ്തിരിക്കുന്നത് 24ആണ്. അപ്പൊ ഇതുപോലെ സിംഗിൾ നമ്പറുകളാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ആ തന്നിരിക്കുന്ന, അതായത് നമുക്ക് പൊസിഷണൽ വാല്യൂസ് ഉണ്ടാവുമല്ലോ, ആ പൊസിഷണൽ വാല്യൂസിന്റെ എന്തെങ്കിലും ഒരു എന്താ പറയാ ഓപ്പറേഷൻസ് ആയിരിക്കും. അതായത് ഇപ്പോ അഡീഷനോ സബ്ട്രാക്ഷനോ മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും നമുക്ക് അവിടെ വരുന്നത്. ഇനി ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സ് എന്നേക്കുവാണെങ്കിൽ നമ്മുടെ ഈ തന്നിരിക്കുന്ന പൊസിഷണൽ വാല്യൂസിന്റെ എന്തെങ്കിലും ഒരു അറേഞ്ച്മെന്റ് ആയിരിക്കും അവിടെ വരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് സിംഗിൾ നമ്പർ ആണ് തന്നിട്ടുള്ളത് അല്ലെ? 24 ആകുമ്പോൾ കാറ്റ് എന്ന് പറയുന്നത് ഓരോ ലെറ്ററിന്റെയും പൊസിഷണൽ വാല്യൂസ് എഴുതാം. C 3 ആണ്, A 1 ആണ്, T 20 ആണ്. അപ്പൊ ഇത് ഇത്രയും കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 24 എന്ന് കിട്ടുന്നത് അല്ലെ? അങ്ങനെയാണെങ്കിൽ മാറ്റിനെ നമുക്ക് എങ്ങനെ എഴുതാം? മാറ്റിനെ എങ്ങനെ എഴുതാം? M 13ാമത്തെ ലെറ്റർ ആണ്, A 1ാമത്തെ ലെറ്റർ ആണ്, T 20ാമത്തെ ലെറ്റർ ആണ്. അപ്പൊ എന്ത് വന്നു? 14ഉം 20ഉം 34 വന്നു അല്ലെ? എത്രയാണ്? 34 ആൻസർ. ആൻസർ എത്ര വന്നു? നമുക്ക് 34 ആൻസർ വരുന്നത്. 34. ക്ലിയർ ആണോ നോക്കുക? 34 ആൻസർ വരുന്നത്. ഇനി അടുത്ത രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം. രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ, അതായത് പവറിനെ കോഡ് ചെയ്തിരിക്കുന്നത്, പവർ എന്ന് പറയുന്ന വേർഡ്, പവറിനെ കോഡ് ചെയ്തിരിക്കുന്നത് 18 എന്നും, അതുപോലെ ബെല്ലിനെ കോഡ് ചെയ്തിരിക്കുന്നത് ബെല്ലീസ് റിട്ടേൺ ആസ് അല്ലെങ്കിൽ ബെല്ലീസ് കോഡ് ആസ് 19 എന്നും ആയാൽ നമുക്ക് സ്കില്ലിനെ എങ്ങനെ കോഡ് ചെയ്യാം? സ്കില്ല് അതേ രീതിക്ക് നമുക്ക് സ്കില്ലിനെ എന്ത് കോഡ് ചെയ്യാം? സ്കില്ല് എങ്ങനെ കോഡ് ചെയ്യാം നോക്കിക്കേ. പവറിന് 18 എന്നും ബെല്ലിന് ബെൽസ് എന്നുണ്ട് കേട്ടോ. ബെൽസ് എന്നാണ്. ബെൽസിനെ 19 എന്നും കോഡ് ചെയ്താൽ സ്കില്ലിനെ നമുക്ക് എങ്ങനെ കോഡ് ചെയ്യാം? എന്താണ് ആൻസർ വരുന്നത്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എന്താണ് ആൻസർ വരുന്നത്? 12 എന്നാണ് ആൻസർ കിട്ടുന്നത് അല്ലെ? 12 എങ്ങനെയാണ്?
എങ്ങനെയാണ് നമുക്ക് ആ 12 കിട്ടുന്നത്? 12 ആണോ? ഓക്കെ, നോക്കാലോ 12 ആണോ നോക്കാം. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് പവർ. ക്വസ്റ്റ്യൻ വാല്യൂസ് എന്തായാലും എഴുതാം. പി 16, ഒ 15, W 23, E 5, R 18 അല്ലേ? അപ്പൊ നോക്കാം, നമുക്ക് 18 ആണ്. ഇനി നമ്മൾ കൂട്ടുമ്പോഴായാലും കുറയ്ക്കുമ്പോഴായാലും ഡിവിഷൻ ചെയ്യുമ്പോഴായാലും നമുക്ക് 18 കിട്ടുമോ? ഇല്ല. ഇവിടെ ആറിന്റെ വാല്യൂ എന്താണ്? ലാസ്റ്റ് ലെറ്ററിന്റെ വാല്യൂ 18 അല്ലേ? അതാണ് ഇവിടെ കോഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി ബെൽസ് നോക്കിക്കേ. ബെൽസ് ബെൽസില് ലാസ്റ്റ് ലെറ്റർ നോക്കിക്കേ. ലാസ്റ്റ് ലെറ്റർ എസ് അല്ലേ? എസിന്റെ കോഡ് എന്താണ്? 19. അപ്പൊ അതല്ലേ ഇവിടെ വന്നിട്ടുള്ളത്. അതുപോലെ ആറിന്റെ കോഡ് 18 ഇവിടെ വന്നിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ സ്കില്ലില് ഏറ്റവും ലാസ്റ്റ് ലെറ്റർ ഏതാണ്? എൽ ആണ്. അപ്പൊ ആ എല്ലിന്റെ കോഡാണ് ആ ഒരു വേർഡിന് വന്നിട്ടുള്ളത് 12. ആൻസർ എന്ത് വന്നു? 12. കറക്റ്റ് ആണ് കേട്ടോ, കറക്റ്റ് ആണ്. വെരി ഗുഡ്. ഓക്കെ, ക്ലിയർ ആണ്. ആ, ക്ലിയർ ആണല്ലോ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഇവിടെ നമുക്ക് വന്നിട്ടുള്ളത് എന്താണ്? നമുക്ക് ലാസ്റ്റ് ലെറ്റർ, നമുക്ക് വേർഡിന്റെ ലാസ്റ്റ് ലെറ്ററിന്റെ എന്താണ് പൊസിഷണൽ വാല്യൂസ് ആണ് നമുക്ക് അവിടെ കോഡ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇങ്ങനെ നമുക്ക് പല രീതിയിലുള്ള പാറ്റേണുകളും ഉണ്ട് കേട്ടോ, പല രീതിയിലുള്ള പാറ്റേണുകളും ഉണ്ട്. അപ്പൊ നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്താണ് ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ഏത് ആണെന്നുള്ളത് പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവുള്ളൂ. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വർക്കിനെ കോഡ് ചെയ്തിരിക്കുന്നത് 4, 12, 9, 16 ഇങ്ങനെയാണ് കോഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ വുമണിനെ അതേ രീതിക്ക് നമുക്ക് എങ്ങനെ കോഡ് ചെയ്യാം? വുമൺ ചെയ്തോളൂ. വുമൺ വർക്കിനെ കോഡ് ചെയ്തിരിക്കുന്നത് 4, 12, 9, 16 എന്നുള്ള കോഡായിട്ടാണ്. എങ്കിൽ വുമണ് നമുക്ക് അതേ രീതിയിൽ എങ്ങനെ കോഡ് ചെയ്യാം? കോഡ് ചെയ്തോളൂ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ, കിട്ടുന്നുണ്ടോ നോക്കട്ടെ. പല രീതിയിലുള്ള കോഡുകൾ വരാം. 4, 12, 13, 1, 14 പാറ്റേൺ കൂടെ പറഞ്ഞോളൂ കേട്ടോ അജിത്ര. പാറ്റേൺ കൂടെ പറഞ്ഞോളൂ. 4, 12, 14, 26, 13 ശ്രുതി വന്നിട്ടുണ്ട്. വിനിത ഓൾസോ 4, 12, 14, 22, 13 എന്ന് പറഞ്ഞിട്ടുണ്ട്. റിവേഴ്സ് ഫോം. ഓക്കെ, ചിഞ്ചുവിന് റിവേഴ്സ് ഫോം ആണ് വന്നിട്ടുള്ളത് അല്ലെ? റിവേഴ്സ് ഫോം എന്ന് ഉദ്ദേശിച്ചത് ലെറ്റേഴ്സിനെ റിവേഴ്സ് ചെയ്തിടുന്നതാണോ അതോ ഓപ്പോസിറ്റ് ലെറ്റർ ആണോ? വർക്കിന്റെ പൊസിഷൻ വാല്യൂസ് നമുക്ക് എഴുതി നോക്കാം. 23 W, O 15, R 18, K 11. ഇവിടെ തന്നിട്ടുള്ളത് 4ഉം 12ഉം അതുപോലെ 9ഉം 16ഉം ആണ് തന്നിട്ടുള്ളത് അല്ലെ? അപ്പോ വേർഡ്സ് നമ്പേഴ്സ് റിവേഴ്സ്. ഓക്കെ, നോക്കിക്കേ. നമുക്കേ W 23 എങ്ങനെ 4 ആയി? അല്ലെങ്കിൽ അതിന് റിലേറ്റ് ചെയ്ത് പറഞ്ഞാൽ നമുക്ക് നമ്പേഴ്സ് വേറെ ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. ഇവിടെ നോക്കിക്കേ, 23 എങ്ങനെ 4 ആയി? 27ൽ നിന്നും 23 കുറച്ചപ്പം 4 കിട്ടി. 27ൽ നിന്നും 15 കുറച്ചപ്പം 12 കിട്ടി. 27ൽ നിന്ന് 18 കുറച്ചപ്പം 9 കിട്ടി. 27ൽ നിന്നും 11 കുറച്ചപ്പം 16 കിട്ടി. അതായത് ഇവിടെ എന്താണ് പാറ്റേൺ? ഓപ്പോസിറ്റ് ലെറ്ററിന്റെ പൊസിഷണൽ വാല്യൂ ആണ് കോഡായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ നോക്കിക്കേ, ഓപ്പോസിറ്റിന്റെ പൊസിഷണൽ വാല്യൂ അല്ലേ? 4, 12, 9, 16. അങ്ങനെ വുമൺ നമുക്ക് എങ്ങനെ എഴുതാം? വുമൺ W 23, O 15, M 13, A 1, N 14. അപ്പൊ 27ൽ നിന്ന് 23 കുറച്ചാൽ 4 വന്നു. 27ൽ നിന്ന് 15 കുറച്ചാൽ 12 വന്നു. അടുത്ത് 27ൽ നിന്ന് 13 കുറച്ചാൽ എത്രയായിരിക്കും വരുന്നത്? 14 ആയിരിക്കും വരുന്നത്. അടുത്ത് 27ൽ നിന്ന് 1 കുറച്ചാൽ 26 വരും. 27ൽ നിന്ന് 14 കുറച്ചാൽ 13 വരും. അതായത് ഇതാണ് കോഡ്. 4, 12, 14, 26, 13. ക്ലിയർ ആണോ നോക്കിക്കേടാ? ക്ലിയർ ആണോ നോക്കിക്കേ? 4, 12, 14, 26, 13. ആറിന് മനസ്സിലായില്ല? ലയന ഒന്നുകൂടെ പറയണം. വേറെ ഒന്നും നമ്മൾ ചെയ്തില്ല.
നമ്മൾ തന്നിരിക്കുന്ന ലെറ്റേഴ്സിന്റെ 27 ലിജു നമ്മൾ ഫസ്റ്റ് അതായത് കോൺസെപ്റ്റ് പഠിച്ച സമയത്ത് ഓപ്പോസിറ്റ് ലെറ്റർ എങ്ങനെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഒരു ലെറ്ററിന്റെ ഓപ്പോസിറ്റ് ലെറ്റർ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ 27 നിന്നും ഈ തന്നിരിക്കുന്ന ലെറ്ററിന്റെ പോർഷൻ വാല്യൂ കുറയ്ക്കുമ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് ലെറ്ററിന്റെ വാല്യൂ കിട്ടും. അതായത് ഇവിടെ നോക്കിക്കേ, ഡബ്ല്യുവിന്റെ ഓപ്പോസിറ്റ് കണ്ടുപിടിക്കണം, 27 നിന്നും 23 കുറയ്ക്കാം. ഇനി ഓയുടെ ഓപ്പോസിറ്റ് കണ്ടുപിടിക്കണം, 15 നിന്നും 27 കുറയ്ക്കാം. അവിടെ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. ക്ലിയർ ആണോ നോക്കിക്കോ, ഓപ്പോസിറ്റ് ലെറ്ററിന്റെ പൊസിഷൻ വാല്യൂ ആണ് വന്നിട്ടുള്ളത്. ക്ലിയർ ആണോ നോക്കിക്കേടാ, ക്ലിയർ ആണോ നോക്കിക്കേ. ഓപ്പോസിറ്റ് ചെയ്ത മെത്തേഡ് ആയാലും പറ്റില്ല. എടാ അജിത്ര എനിക്ക് മനസ്സിലായില്ല, ഓപ്പോസിറ്റ് ചെയ്ത മെത്തേഡോ മനസ്സിലായില്ലടാ, ഒന്നും കൂടെ ഒന്ന് വ്യക്തമാക്കൂ, ഒന്നും കൂടെ ഒന്ന് വ്യക്തമാക്കോ. ഓപ്പോസിറ്റ് റിവേഴ്സ് ചെയ്യുന്നതായിരിക്കും ചോദിച്ചു. റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടോ? റിവേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വുമനെ നമ്മൾ റിവേഴ്സിൽ എഴുതുമ്പോ NAMOW അതാണോ ഉദ്ദേശിക്കുന്നത്? ഓപ്പോസിറ്റ് കണ്ടുപിടിച്ചിട്ട് അതിന്റെ പൊസിഷൻ നോക്കിയാൽ മതിയല്ലോ മാം. സെയിം തന്നെ, അത് തന്നെയാണ് സെയിം. ഞാൻ പറഞ്ഞ സെയിം തന്നെയാണ് അനാമിക, സെയിം തന്നെയാണ്. മനസ്സിലായോ? W ഓപ്പോസിറ്റ് D വാല്യൂ 4. അതെ, അത് തന്നെയാണ്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മളെ ലെറ്റർ കണ്ടുപിടിക്കേണ്ട കാര്യമുണ്ടോ? ഇവിടെ W നമുക്ക് 23ാമത്തെ ലെറ്റർ അറിയാം. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റിന്റെ പൊസിഷൻ വാല്യൂ കണ്ടുപിടിക്കാൻ എങ്ങനെ ചെയ്താൽ മതി? 27 നിന്ന് 23 കുറച്ചാൽ 4 കിട്ടില്ലേ? അപ്പൊ പിന്നെ നമുക്ക് ലെറ്റർ കണ്ടുപിടിക്കേണ്ട കാര്യമുണ്ടോ? ലെറ്റർ കണ്ടുപിടിക്കാതെ തന്നെ നമുക്ക് കിട്ടുന്നില്ലേ? പൊസിഷൻ വാല്യൂ കിട്ടുന്നില്ലേ? യെസ്. അപ്പൊ ഓപ്പോസിറ്റ് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇനി അത് കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് അത് അറിയാമെന്നുണ്ടെങ്കിൽ അത് ചെയ്തിട്ട് അതിന്റെ പൊസിഷൻ വാല്യൂ എടുത്താലും മതി. ഓക്കെ, ഇനി വേറെ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു 27 എന്താ ബ്ലസ്സി? നമ്മളെ ഈ ഒരു ഓക്കെ ചിത്ര, ഞാൻ പറഞ്ഞുതരാം. ബ്ലസ്സി, നമ്മളിത് എന്താണ് 27 എന്ന് പറഞ്ഞാല്, നമ്മള് ഈ ക്ലാസിന്റെ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് കോൺസെപ്റ്റുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതില് ഓപ്പോസിറ്റ് ലെറ്റർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒന്നും കൂടെ അത് പറഞ്ഞുതരാം, കുറെ പേർക്ക് ഡൗട്ട് ഉണ്ടെന്ന് തോന്നുന്നു. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു ലെറ്ററിന്റെ, ഇപ്പോ എക്സാമ്പിൾ യു എന്ന് പറയുന്ന ലെറ്ററിന്റെ ഓപ്പോസിറ്റ് ലെറ്ററിന് കണ്ടുപിടിക്കണം. അതിനു വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ്, യുവിന്റെ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് യുവിന്റെ പൊസിഷൻ വാല്യൂ എഴുതണം. എത്രയാണ്? 21. ഇനി ഓപ്പോസിറ്റ് കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 27 നിന്ന്, അതായത് ടോട്ടൽ നമുക്ക് 26 ലെറ്റർ ഉണ്ട്. പക്ഷേ ഓപ്പോസിറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അത് 27 ആയിട്ട് കൺസിഡർ ചെയ്യുക, 77 ആയിട്ട് എടുക്കണം. ഓക്കെ, ഓപ്പോസിറ്റ് ലെറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 27 ആയിട്ട് എടുക്കുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള ലെറ്റേഴ്സിന്, അതായത് ഓപ്പോസിറ്റ് ലെറ്ററിന്റെ കറക്റ്റ് വാല്യൂ കിട്ടുള്ളൂ. അപ്പോൾ 27 നിന്നും ഈ തന്നിരിക്കുന്ന എന്താണ് നമ്പർ കുറയ്ക്കുക, 21 കുറയ്ക്കുക. അപ്പൊ എന്ത് വന്നു? 6 വന്നു. അതായത് അപ്പൊ യുവിന്റെ ഓപ്പോസിറ്റ് ലെറ്ററിന്റെ പൊസിഷണൽ വാല്യൂ ആണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്, അതായത് F. ഓക്കെ, ആ ലെറ്റർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ F ആണ്. ഓക്കെ ആണോ നോക്കിക്കേ, ഓക്കെ ആണോ നോക്കിക്കേ. രേഷ്മ ഇപ്പൊ ക്ലിയർ ആണോ നോക്കിക്കേടാ, ക്ലിയർ ആണോ നോക്കിക്കേ. ഓപ്പോസിറ്റ് ലെറ്റർ കണ്ടുപിടിക്കാനാണ് നമ്മൾ എന്ത് ചെയ്തത്? ഓപ്പോസിറ്റ് കണ്ടുപിടിക്കാനാണ് നമ്മൾ 27 എന്ന് പറയുന്ന നമ്പർ നമ്മൾ അവിടെ യൂസ് ചെയ്തത്. ക്ലിയർ ആണോ, ക്ലിയർ ആണോ? ഓക്കെ ആണ്. യെസ്, ഓപ്പോസിറ്റ് ലെറ്റർ ഓക്കെ ആണ്. ഓക്കേടാ, ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക കേട്ടോ. ഇത് ഒരു ക്ലാസ്സും കൂടെ ആകുമ്പോഴത്തേക്കും നമുക്ക് കംപ്ലീറ്റ് ആവും. ഓക്കെ, ടിന്നിനെ കോഡ് ചെയ്തിരിക്കുന്നത് 27 ആയിട്ടും ഗോയിനെ കോഡ് ചെയ്തിരിക്കുന്നത് 8 ആയിട്ടുമാണ്. എങ്കിൽ പെയിലിനെ നമുക്ക് എങ്ങനെ കോഡ് ചെയ്യാം? പെയിലിനെ എങ്ങനെ കോഡ് ചെയ്യാം? ടിന്നിനെ കോഡ് ചെയ്തിരിക്കുന്നത് 27 ആയിട്ടും ഗോയിനെ കോഡ് ചെയ്തിരിക്കുന്നത് 8 ആയിട്ടുമാണ്. എങ്കിൽ നമുക്ക് പെയിലിനെ എങ്ങനെ കോഡ് ചെയ്യാം? പെയിൽ ടിന്ന് 27,
ഗോ 8 എങ്കിൽ പെയിൽ നമുക്ക് എങ്ങനെ കോഡ് ചെയ്യാം? ഐഡിയാസ് ഒക്കെ ഒന്ന് പറഞ്ഞോളൂ. ഐഡിയാസ് ഒക്കെ ഒന്ന് പറഞ്ഞേ. പിന്നെ 27 ഗോ 8. ഇപ്പൊ 27ഉം 8ഉം ഒക്കെ എങ്ങനെയായിരിക്കും വന്നിരിക്കുക? 27ഉം 8ഉം എങ്ങനെയായിരിക്കും വന്നിരിക്കുക? ഇനി ആ നമ്പറുകൾക്ക് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? അതൊക്കെയാണ് നോക്കേണ്ടത്. ആ നമ്പറിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഇനി നമുക്ക് എല്ലാം കൂടെ ഞാൻ പറഞ്ഞു ഒറ്റ നമ്പറൊക്കെയാണ്, അതായത് സിംഗിൾ നമ്പറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പൊസിഷൻ വാല്യൂസിന്റെ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻസ് ആയിരിക്കാൻ വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമ്പറിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ആ കാര്യങ്ങളെല്ലാം നോക്കിക്കേ. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? പിന്നെ എങ്ങനെയാ വന്നിട്ടുള്ളത്? എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? എന്തെങ്കിലും ഒരു ഐഡിയ? ഈ നമ്പറിന് എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ നോക്കിക്കേ. ഈ നമ്പറിന് എന്തെങ്കിലും പ്രത്യേകത നിങ്ങൾ പഠിച്ചതിൽ വെച്ച് നിങ്ങൾക്ക് ഈ നമ്പറിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത തോന്നുന്നുണ്ടോ നോക്കിക്കേ. നമ്പറിന് എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ? ആ നമ്പറിൽ എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ എന്ന് മാത്രം പറയാം. 27 എന്ന് പറഞ്ഞ നമ്പർ, 8 എന്ന് പറഞ്ഞ നമ്പറിന് എന്തെങ്കിലും ഒരു പ്രത്യേകത തോന്നുന്നുണ്ടോ? 27ഉം 8ഉം ഒക്കെ എന്തെങ്കിലും ഒരു പ്രത്യേകത തോന്നുന്നുണ്ടോ ആർക്കെങ്കിലും? ഏതൊക്കെയോ നമ്പറുകളുടെ ക്യൂബ് ആണല്ലേ? ഏത് നമ്പറിന്റെ ക്യൂബാണ് നോക്കിക്കേ? 3ന്റെ ക്യൂബാണ് 27, 2ന്റെ ക്യൂബാണ് 8. ഇനി ഞാൻ പറഞ്ഞു സിംഗിൾ നമ്പർ ആണെങ്കിൽ ഏതെങ്കിലും ഓപ്പറേഷൻസ് ആവാം എന്നുള്ളത് പറഞ്ഞു തന്നായിരുന്നു. അതും കൂടെ ചെക്ക് ചെയ്ത് നോക്കണം. T20 I9 N14 എല്ലാം കൂടെ കൂട്ടുമ്പോഴോ കുറയ്ക്കുമ്പോഴോ ഗുണിക്കുമ്പോഴോ ഡിവിഷൻ ചെയ്യുമ്പോഴോ ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ടോ നോക്കിക്കേ. ഈ പറഞ്ഞ 27 കിട്ടോ? ഇല്ല. അതുപോലെ ഗോയും 8ഉം, ഗോയ്ക്ക് 8 കിട്ടുന്നോ നോക്കി. ഗോ G7ഉം O15 അത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 8 വരുന്നുണ്ട്. പക്ഷെ മേളത്തെ ടിന്നിന് നമുക്ക് കറക്റ്റ് വരുന്നില്ല. അപ്പൊ രണ്ടും ഒരേ പാറ്റേണിലാണ് ഫോളോ ചെയ്യേണ്ടത്. അപ്പൊ എന്തായാലും അതിന്റെ പൊസിഷൻ വാല്യൂസിന് എന്തെങ്കിലും അല്ല വന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ ഈ ഒരു പാറ്റേണിലോട്ട് പോവേണ്ടത്. ആ 27 എന്തെങ്കിലും ഒരു എന്താണ് ഒരു 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 സമാനത തോന്നുന്നുണ്ടോ? 8ന് എന്തെങ്കിലും നിങ്ങൾക്കൊരു സമാനം തോന്നുന്നുണ്ടോ ഞാൻ ചോദിച്ചത് അതുകൊണ്ടാണ്. 3ന്റെ ക്യൂബാണ് 27, 2ന്റെ ക്യൂബാണ് 8. അപ്പൊ ഇനി ഈ 3, 2 ഒക്കെ എവിടുന്നാ വന്നത്? ടോട്ടൽ നമ്പർ ഓഫ് ലെറ്റേഴ്സ് 3 അല്ലെ? TIN ടോട്ടൽ 3 ലെറ്റേഴ്സ് ആണുള്ളത്. അപ്പൊ അതിന്റെ ക്യൂബ്. ഇനി ഗോ എന്ന് പറഞ്ഞ 2 ലെറ്റേഴ്സ് ആണ്. അപ്പൊ അതിന്റെ ക്യൂബ്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പെയിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 4 ലെറ്റേഴ്സ് ഉണ്ട് അല്ലെ? അപ്പൊ 4ന്റെ ക്യൂബ് എത്ര വന്നു? 64. എന്താ ആൻസർ വന്നത്? 64 ആണ് ആൻസർ വന്നിട്ടുള്ളത്. എത്രയാണ്? 64. ക്ലിയർ ആണോ നോക്കുക? 64. ഓക്കെ, ക്ലിയർ ആണോ നോക്കുക കേട്ടോ. ക്ലിയർ ആണോ നോക്കുക. ഓക്കെ ആണ്. യെസ് 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 രചന, അഞ്ജു, ചിത്ര. യെസ് 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 ക്ലിയർ ആണല്ലോ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാ. ആംബറിനെ കോഡ് ചെയ്തിരിക്കുന്നത് 27 ആയിട്ടാണ്. അതുപോലെ ബ്രൗണിനെ കോഡ് ചെയ്തിരിക്കുന്നത് ബ്രൗണിനെ കോഡ് ചെയ്തിരിക്കുന്നത് 14 ആയിട്ട്. എങ്കിൽ ഗ്രീനിനെ എങ്ങനെ കോഡ് ചെയ്യാം? ഗ്രീനിനെ എങ്ങനെ കോഡ് ചെയ്യാം? പറഞ്ഞോളൂ. ആംബർ 27, ബ്രൗൺ 14, ഗ്രീൻ എന്താണ്? ബിനു എന്തു പറ്റി? ബിനു അത് വേറെ ഒന്നുമില്ല. നേരത്തെ ക്വസ്റ്റിന്റെ പാറ്റേൺ എങ്ങനെയാന്ന് വെച്ചാല് നമുക്ക് എന്തായാലും പൊസിഷൻ വാല്യൂസിനെ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒന്നും ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും 27ഉം 8ഉം ഒന്നും കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന ടിന്നിനായാലും ഗോയിനായാലും ഒരേ പാറ്റേണിൽ തന്നെ നമുക്ക് വരണം. ഒരേ പാറ്റേൺ വന്നാൽ മാത്രമേ നമുക്ക് അടുത്ത് വന്നിരിക്കുന്ന പെയിലിന് അതേ പാറ്റേൺ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ എന്തായാലും പൊസിഷൻ വാല്യൂസിന്റെ ഒന്നും അല്ല നമുക്ക് വന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടോട്ടൽ നമ്പർ ഓഫ് ലെറ്റേഴ്സ് 3 ടിന്നിന്. അപ്പൊ 3ന്റെ ക്യൂബ് അതാണ് 27. ഇനി ഗോയ്ക്ക് 2 ലെറ്റേഴ്സ് ആണ്. അപ്പൊ 2ന്റെ ക്യൂബ് 8. അപ്പൊ പെയിലിന് 4 ലെറ്റേഴ്സ് ആണുള്ളത്. അപ്പൊ 4ന്റെ ക്യൂബ് 64. ഓക്കെ, ഇനി ഇവിടെ എങ്ങനെയാ വന്നിട്ടുള്ളത്? എല്ലാവർക്കും 7 ആണല്ലോ കിട്ടിയേ. 7 അതെങ്ങനെയാ 7 വരുന്നേ? ആംബർ 27, ബ്രൗൺ 14, എങ്കിൽ ഗ്രീൻ എന്താണ്? എല്ലാവർക്കും 7 ആണല്ലോ വന്നിട്ടുള്ളത്.
7 ആണല്ലോ. അതെങ്ങനെയാ വന്നത്? അത് ഏത് പാറ്റേൺ ആണ് 7 വന്നത്? ആംബർ. നമുക്ക് എന്തായാലും ആംബർ നോക്കാം. A1, M13, B2, E5, 6, 18. അപ്പൊ എന്തായാലും നമുക്ക് എല്ലാം കൂടെ കൂട്ടി വെക്കണം. 27 വരുന്നുണ്ടോ നോക്കണമല്ലോ. കൂട്ടി വെക്കുമ്പോ എന്തായാലും നമുക്ക് 23, 23, 13, 36, 38, 39 ആണ് വരുന്നത് അല്ലെ? ഇവിടെ കൂട്ടുമ്പോൾ 39 ആണ്. ഇനി ബ്രൗണും കൂടെ നോക്കാം നമുക്ക്. ബ്രൗൺ B2, 6, 18, O15, W23, N14. എല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്രയായിരിക്കും വരിക? 20, 35, 35 വരുമ്പോഴത്തേക്കും 58, 58 വരുമ്പോഴത്തേക്കും 72 വരും അല്ലെ? 72. ഇനി ഗ്രീനും കൂടെ നോക്കാം. ഗ്രീനും കൂടെ നോക്കാം. ഇവിടെ 39ഉം 72 അല്ലേ? ഈ നമ്പറുകളും തമ്മിൽ എന്തെങ്കിലും ഒരു സമാനത തോന്നുന്നുണ്ടോ? 21 അല്ലടാ, 21 അല്ല, 27 ആണ്. 27 ആണ്. 27. ആ, എങ്ങനെയാണ്? അതായത് പ്രോഡക്റ്റ് ഓഫ് ഡിജിറ്റ്സ് അല്ലേ? പ്രോഡക്റ്റ് ആ നമ്പറിനകത്തുള്ള ഡിജിറ്റുകളുടെ പ്രോഡക്റ്റ് 3x9 എത്ര വന്നു? 27. 7x2 എത്ര വന്നു? 14. കണ്ടോ? അതായത് എല്ലാം കൂടെ കൂട്ടുക. G7, 6, 18, E5, N14. അപ്പോ 10, 24, 24 വരുമ്പോഴത്തേക്കും 42, 42ഉം 7ഉം 49. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 49 ആണ്. ഇവിടെ എന്ത് കിട്ടും നമുക്ക്? 49. അതായത് 4x9 എത്രയാണ്? 4x9 നമുക്ക് 36 എന്ന ആൻസർ കിട്ടും. എത്രയാണ്? 36. 36 ആണ്. എത്ര വന്നു? 36. ഓക്കെ, ക്ലിയർ ആണോ നോക്കുക. അപ്പൊ ഇതുപോലെ സം ഓഫ് ഡിജിറ്റ്സ്, പ്രോഡക്റ്റ് ഓഫ് ഡിജിറ്റ്സ് ഒക്കെ നമുക്ക് പാറ്റേണിനകത്ത് ഇൻക്ലൂഡ് ആക്കാവുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണോ നോക്കിക്കേടാ? ക്ലിയർ ആണോ നോക്കിക്കേ? ക്ലിയർ ആണ്. ഓക്കെ, അപ്പോ നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ വെച്ച് നമുക്ക് എന്തായാലും ഇന്നത്തേക്ക് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ബാക്കി നിങ്ങൾക്ക് കുറച്ച് ഹോംവർക്ക് ക്വസ്റ്റ്യൻസും കൂടെ ഇതിനകത്ത് കാണും. അതൊന്ന് ചെയ്തു നോക്കുക. ഡൗട്ട് ഉള്ളത് അടുത്ത ക്ലാസ് തന്നെ നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാം. കാരണം അടുത്ത ക്ലാസ് നമ്മൾ കോഡിംഗ് ഡീകോഡിംഗ് തന്നെയാണ്. അതുപോലെ കോഡിംഗ് ഡീകോഡിംഗ് എന്തായാലും അടുത്ത ക്ലാസ് നമുക്ക് ഓവർ ആവും. അത് കഴിഞ്ഞിട്ട് ഒരു അടുത്ത ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ലെറ്റർ ആയാലും അതുപോലെ നമ്പർ ആയിരുന്നാലും നമുക്ക് ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ വരിക. ഇനി നിങ്ങൾ കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിക്കോളൂ. ഡൗട്ട് ഉള്ളത് എന്നോട് ചോദിച്ചാൽ മതി. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ എല്ലാവർക്കും? എല്ലാവർക്കും ഇത്രയും ക്ലിയർ ആണോ? അപ്പൊ ഇതുപോലുള്ള പാറ്റേണുകളാണ്. ഇനി കുറച്ച് പ്രാക്ടീസും കൂടെ ചെയ്യുമ്പോഴത്തേക്കും ബാക്കി കുറച്ച് പാറ്റേണുകൾ കിട്ടും. ഫോർവേഡ് ലെറ്റേഴ്സ് വരാം, ബാക്ക്വേർഡ് ലെറ്റേഴ്സ് വരാം, അതുപോലെ ഓപ്പോസിറ്റ് ലെറ്ററുകൾ വരാം. ഇനി അതിന്റെ പൊസിഷൻ വാല്യൂസിൽ വരുന്ന ഓപ്പറേഷൻസ് വരാം. ഇനി എല്ലാ പൊസിഷൻ വാല്യൂസും കൂടെ ഉള്ള അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച്മെന്റ് കാര്യങ്ങൾ വരാം. അപ്പൊ ഇങ്ങനെയുള്ള പല രീതിയിലുള്ള പാറ്റേണുകളാണ് ഇത് ത്രൂ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് നമ്പർ കോഡിംഗ് ആൻഡ് ലെറ്റർ കോഡിങ്ങിന്റെ ക്വസ്റ്റ്യനും പിന്നെ ചൈനീസ് കോഡിങ്ങിന്റെ ഒരെണ്ണം പറയില്ല. നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ എന്നാലും ഒരു 2 ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തേക്കാം. ബാക്കി ഇത് തന്നെ പ്രാക്ടീസ് ഒന്നും ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പോ ഞാൻ എന്തായാലും ഇന്ന് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് സാറിന്റെ കയ്യിൽ കൊടുത്തേക്കാം. അപ്പൊ അത് ചെയ്ത് നോക്കിയേക്കാം. ഓക്കെ, ഡൗട്ട് ഉള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കാം. ഓക്കെ, അപ്പോ നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ്സിൽ കാണാം. ചിഞ്ചു, ഐശ്വര്യ, അതുപോലെ ഒരുപാട് പേരുണ്ടായിരുന്നല്ലോ. ആതിര, അനഘ, ശശികല, ശ്രീജിത്ത്. ഓക്കെ, നമുക്ക് എന്തായാലും നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഓൾ. താങ്ക് യു. ലീവ് ചെയ്തോളൂ കേട്ടോ. താങ്ക് യു.